ഈ 12 വയസ്സുള്ള കാലം കുട്ടിയുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒക്കെ പാപ പുണ്യഫലങ്ങളുടെ അനുഭവം ഈ കുട്ടിക്ക് വരും. അവരുടെ ഇത് വരും. പിന്നെ കുട്ടി തന്നെ പൂർവ്വജന്മത്തിലുള്ള ജന്മാർജിതമായിട്ടുള്ള ആർജിച്ചിരിക്കുന്ന പാപത്തിൻ്റെ എല്ലാം കർമ്മഫലങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ ഈ 12 വയസ്സ് വരെ നമ്മൾ എഴുതുന്നതിൽ ഇപ്പോൾ ദീർഘായുസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി ചേർക്കണതിൽ വലിയ കാര്യമില്ലല്ലോ. നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടിട്ട് എപ്പോഴും 12 വയസ്സ് കഴിഞ്ഞ് എഴുതുന്നതായിരിക്കും നല്ലത്. കുറച്ചുകൂടി ആക്യുറസി കിട്ടുക, കൃത്യത കിട്ടുക. നമ്മൾ അരിഷ്ടത കാലങ്ങളൊക്കെ ചെറുപ്പത്തിൽ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഇന്ന അരിഷ്ടതയൊക്കെ അതിനും വഴിപാടുകളൊക്കെ എഴുതി കൊടുക്കാറുണ്ട്. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, കുട്ടിക്ക് ഇത്തിരി മോശമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ എഴുതി കൊടുക്കും. അപ്പോൾ നമുക്ക് ജാതകത്തിൽ ദീർഘായുസ്സൊന്നും കൽപ്പിക്കാൻ നമ്മളാളല്ല ശരിക്കും പറഞ്ഞത്. ഒരു ജ്യോതിഷർ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജ്യോതിഷം ഒരു സൂചിപ്പിക്കുക മാത്രമാണ്. ഇന്ന കാര്യങ്ങളൊക്കെ വരാം. നമ്മളിപ്പോൾ ഘട്ടങ്ങൾ പലപ്പോഴും അതൊരു ഭാവി പ്രവചനം പോലെ കണക്കാക്കുന്ന ആളുകളുണ്ട്. എൻ്റെ ഭാവി അറിയാൻ പറ്റും എന്നുള്ളത്. പക്ഷെ അതൊരു സൂചന കൊടുക്കാൻ സാധിക്കും. അതെ. പിന്നെ അയാളുടെ പ്രയത്നവും ഇതിലേക്കൊക്കെ വരണമല്ലോ. അയാളുടെ ഗ്രഹനിലയിൽ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും. ലഗ്ന ഭാവം നന്നായിരിക്കണം. അങ്ങനെ ഓരോ ഭാവങ്ങൾ ചിന്തിക്കുമ്പോഴത്തേക്ക് ഇയാൾ ഏതിലേക്കൊക്കെ വരാൻ എത്രയും പ്രസിദ്ധ. അപ്പോൾ ഭാഗ്യക്ഷണ പ്രാണിന എന്ന് പറയുന്നൊരു ശ്ലോകം കിടപ്പുണ്ട്. ഭാഗ്യം വേണമല്ലോ ഇതെല്ലാം അനുഭവിക്കണമെങ്കിൽ. ആ ഭാഗ്യമുണ്ടോ അത് ആദ്യം ചിന്തിച്ചിട്ടാണ് ജാതകത്തിലേക്കൊക്കെ പോകുന്നത്. പിന്നെ ജാതകം എഴുതുമ്പോൾ തന്നെ നമ്മളൊരു ശ്ലോകം അതിലെഴുതി കൊടുക്കാറുണ്ട്. അതുപോലെ അത് ജന്മന വരുന്നതൊന്നല്ല. നമ്മൾ സർപ്പശാപാലത്യുഗ്ര, ഇത് ബ്രഹ്മശാപാലത്യുഗ്ര, സർപ്പശാപ ദോഷങ്ങളൊക്കെ വരും. നമുക്ക് ബ്രഹ്മശാപം കൊണ്ടിട്ടുള്ളത് വരും, സർപ്പശാപം. അതൊക്കെ ചില നമ്മളുടെ കുടുംബപരമായിട്ട് താമസിക്കുന്ന ഭാവങ്ങൾ കൊണ്ടിട്ടും ഒക്കെ നമുക്ക് സർപ്പങ്ങളുടെ ദുരിതങ്ങളൊക്കെ വരും. അതൊന്നും ജാതകത്തിലൂടെ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതിടക്ക് നമ്മൾ ഒരു ജ്യോത്സ്യരെ കണ്ടിട്ട് ഒരു കുട്ടികൾ പോയി നോക്കണം എന്നല്ല കേട്ടോ പറയണത്. അപ്പം മുതിർന്നായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ജ്യോത്സ്യർ പറഞ്ഞു കൊടുക്കും, നിങ്ങളുടെ പൂർവികരായിട്ട് ഇന്ന കാര്യങ്ങൾ ആചരിച്ചിരുന്നു, അപ്പം നിങ്ങളത് ചെയ്യണം. അപ്പോൾ അതിൻ്റെയൊക്കെ ദോഷങ്ങളുണ്ട്, കുടുംബത്തിന് തന്നെ നാശമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കത് ദുരിതം ചെയ്യുന്നുണ്ടെന്നൊക്കെ അപ്പോഴാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ബ്രഹ്മശാപങ്ങളൊക്കെ അതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രശ്നം എടുക്കുക, അതിലൂടെയൊക്കെ അറിയാൻ പറ്റുള്ളൂ. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.